വർഗീയതയെ ചെറുക്കാൻ കോൺഗ്രസിനാവുന്നില്ലെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. പൊന്നാനി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ.എസ്. ഹംസയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കോൺഗ്രസും ബി.ജെ.പിയും പൊതുശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണെന്നും അതിൽ ഇടതുപക്ഷത്തിന് അഭിമാനമുണ്ടെന്നും സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ.എസ്. ഹംസയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫലപ്രദമായിട്ട് ജനഹിതം ശരിയായ ദിശാബോധത്തോടെ കൈകാര്യം ചെയ്യാൻ നമുക്കായില്ല എങ്കിൽ, നമുക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്കായില്ല എങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് ഞാൻ മുഴുവൻ വിശദീകരിക്കുന്നില്ല, ചിലത് മാത്രം ചൂണ്ടിക്കാണിക്കാം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ഭരണഘടന വേണ്ട എന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഈ ഭരണഘടന നിർമ്മിക്കുന്നതിൽ ഒരു പങ്കും വഹിക്കാത്തവരാണ് ഇന്നത്തെ ഭരണാധികാരി വർഗം. അതിന്റെ റൂളിംഗ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ബി.ജെ.പി. ഉൾപ്പെടെയുള്ള വിഭാഗം വർഗീയവാദികളല്ല, വിശ്വാസികൾ വർഗീയവാദികളല്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വർഗീയവാദികൾക്ക് വിശ്വാസവുമില്ല. വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്. നരേന്ദ്രമോദി ഉൾപ്പെടെ കാട്ടിക്കൂട്ടുന്ന ഈ പേക്രായങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വിശ്വാസികളെ സ്വാധീനിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന അടയാളങ്ങളാണ്. ഇവരൊക്കെ വലിയ മഹാവിശ്വാസികളാണെന്ന ഒരു തെറ്റിദ്ധാരണയും വേണ്ട. RSS ഉൾപ്പെടെയുള്ള ഈ കോമരങ്ങളായിട്ട് കെട്ടിത്തിരിയുന്ന ആളുകളെല്ലാം വിശ്വാസികളാണെന്ന ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഒരു വർഗീയവാദിയും വിശ്വാസിയല്ല, വിശ്വാസിക്കൊട്ട് വർഗീയവാദിയാവാനുമാവില്ല. മതനിരപേക്ഷതയുടെ ഉള്ളടക്കം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്, അതാണ് മഹാത്മാഗാന്ധി ചൂണ്ടിക്കാണിച്ചത്, അതുതന്നെയാണ് ജവഹർലാൽ നെഹ്റു ചൂണ്ടിക്കാണിച്ചത്. ഇവരിവിടെ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് ദൈവത്തെയും വിശ്വാസത്തെയും ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക. വർഗീയതയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയാത്തതാണ് ആ പാർട്ടിയുടെ വലിയ പരാജയം. ബി.ജെ.പിയെയും നാളെ ബി.ജെ.പിയിലേക്ക് പോകാൻ സാധ്യതയുള്ളവരെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. 57,000 കോടിയാണ് കേന്ദ്രം തരാനുള്ളത്. ഈ ഫണ്ട് യഥാസമയം തന്നാൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയ രീതിയിൽ പരിഹാരമാകുമെന്നും കേരളത്തിനെതിരെ സംസാരിക്കാൻ മാത്രമാണ് UDF എംപിമാർ നിലകൊള്ളുന്നതെന്നും എം.വി. ഗോവിന്ദൻ ആരോപിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കൊളാടി അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി കെ.എസ്. ഹംസ, മന്ത്രി വി. അബ്ദുറഹ്മാൻ, ഡോക്ടർ കെ.ടി. ജലീൽ MLA, പി. നന്ദകുമാർ MLA, അഡ്വക്കേറ്റ് പി. കെ. ഖലീമുദ്ദീൻ, NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ CP.K. ഗുരുക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി വി. അബ്ദുറഹ്മാനെ ചെയർമാനായും പി. നന്ദകുമാറിനെ ജനറൽ കൺവീനറായും തിരഞ്ഞെടുത്തു. NCV ന്യൂസ്, കുറ്റിപ്പുറം. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.